നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ ഇലക്ഷന്റെ പ്രത്യേകത പ്രമുഖ ചാനലുകളോ മൂലം എക്സിറ്റ് പോൾ പ്രയോജിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. സാറിന്റെ വിലയിരുത്തൽ എന്താണ് ഈ ഒരു ഇലക്ഷനിൽ? അല്ല, എക്സിറ്റ് പോളുകൾ അവർ നടത്താത്തതിൽ ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം എക്സിറ്റ് പോളുകൾ നടത്തിയാലല്ല, നമുക്കൊരു സാമ്പിൾ സർവേ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ആ നടത്തിയാൽ പോലും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഒന്നും പ്രഡിക്റ്റ് പറ്റില്ല. അതുകൊണ്ട് തന്നെ മുഖം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ സംഭവിച്ചത് 400 സീറ്റിലധികം കിട്ടും, 450 സീറ്റുകൾ കിട്ടും എൻ ഡി എക്ക് എന്നൊക്കെ പ്രവചിച്ചിട്ട് ആകെ മുഖം നഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് അവർ ആ റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഒരു വിശകലനമാണ് ഷിബിലി വീണ്ടും ചോദിച്ചതെങ്കിൽ, ഇത്തവണ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വോട്ടിംഗ് പെർസെൻറ്റേജിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു 4-5% ഒന്നും കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 1% മാത്രമേ കുറവുണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഉള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് നമുക്കറിയാം 75.37 കഴിഞ്ഞ തവണ അത് 76 സംതിങ് ആയിരുന്നു. അപ്പൊ അതിൽ തന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ഇത്തവണ വോട്ട് കൂടുകയാണ് ചെയ്തേക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത് 1,73,000 സംതിങ് 443 വോട്ടുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയതെങ്കിൽ ഇത്തവണ വോട്ട് ചെയ്തേക്കുന്നത് 1,74,667 പേരാണ്. അതായത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന പോലെ. പക്ഷെ ഇതിൽ തന്നെ അടുത്തൊരു കാര്യം കൂടി ഉള്ളത്, ഇനി 2 തരത്തിലുള്ള വോട്ടുകൾ കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. ഒന്ന്, വൃദ്ധരായിട്ടുള്ള ആളുകൾ വീട്ടിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തിയതുണ്ട്. അപ്പോൾ അവരെ അല്ലെങ്കിൽ അസുഖമുള്ള ആളുകളെ വീട്ടിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തി, അത് കുറച്ചേ വരുള്ളൂ, അത് ചേർക്കാനുണ്ട്. പിന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഒരു പോസ്റ്റൽ വോട്ടുകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും വോട്ടുകൾ കൂടും. അതായത് ഇപ്പോഴത്തെ വോട്ട് വെച്ച് തന്നെ കഴിഞ്ഞ തവണ, അതായത് 2021 വോട്ട് ചെയ്തതിനേക്കാൾ 1,224 വോട്ടുകളാണ് കൂടിയുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ഈ റെസ്പോൺസ് കണ്ടില്ല. കാരണം 60-62% വോട്ടുണ്ടായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വലിയൊരു പ്രത്യേകത കൂടിയുള്ളത്, ആ മണ്ഡലത്തില് സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകളുടെ വോട്ടാണ് കൂടുതൽ. അതൊരു 2000 വോട്ടുകളോളം കൂടുതലാണ് അവർ. പക്ഷെ ഇത്തവണ ഉണ്ടായിട്ടുള്ള വോട്ടർമാരിൽ 81,007 പേരാണ് പുരുഷ വോട്ടർമാരുള്ളതെങ്കിൽ 93,688 വരുന്ന സ്ത്രീ വോട്ടർമാരുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അനുപാതത്തിനും അപ്പുറത്തേക്ക് 12,600 വരുന്ന 651 വോട്ടർമാർ കൂടുതലാണ് സ്ത്രീകളുടെ ഭാഗത്ത്. അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് പ്രവചനാതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ CPM-ന്റെ അവകാശവാദം നമുക്ക് ആദ്യം നോക്കാം. CPM പറയുന്നത് അവർ 638 വോട്ടിന് ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊരു സെൻസ് ഉണ്ട്. കാരണം അവർ പറഞ്ഞേക്കണത് 3 പഞ്ചായത്തുകളിലാണ്. ഒന്ന്, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ അവരുടെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നിലമ്പൂര് അവർക്ക് കഴിഞ്ഞ തവണ LDF-ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് 1,513 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പക്ഷെ ആ ഭൂരിപക്ഷം ഇത്തവണ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പകരം അവർ 1,007 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പിന്നെ 3 പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, ഒന്ന് പോത്തുകല്ലിലാണ്. പോത്തുകല്ലിൽ അവർ വലിയ തോതിലുള്ള ഒരു ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണത്തെ അവരുടെ കണക്കിൽ അവർ പറഞ്ഞേക്കുന്നത് 1,042 വോട്ടുകളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പോത്തുകല്ലിൽ പറഞ്ഞേക്കുന്നത്. പോത്തുകല്ലിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് LDF-ന് 506 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അപ്പൊ 506 വോട്ട് ഏതാണ്ട് ഇരട്ടിയാക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ മറ്റ് 2 പഞ്ചായത്തുകൾ കൂടിയാണ്. 2 പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കരുളായി പഞ്ചായത്താണ്. കരുളായി എപ്പോഴും CPM-ന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള പഞ്ചായത്താണ്. കഴിഞ്ഞ തവണ അവർക്ക് 1,446 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അവർ പറഞ്ഞേക്കുന്നത് 1,367 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ കുറയുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ അമരമ്പലം പഞ്ചായത്താണ്. അമരമ്പലം പഞ്ചായത്തിൽ ഇത്തവണ അവർ പറഞ്ഞേക്കുന്നത് 1,244 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ അവർക്ക് 1,492 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഈ കണക്കുകളിൽ നമുക്കൊരു ലോജിക് തോന്നും. എന്നത് ഈ പറയുന്ന ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ തോന്നും. മറ്റു പഞ്ചായത്തുകൾ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. പക്ഷെ ഈ കണക്കുകളിൽ ഒരു ലോജിക്കില്ലായ്മ കൂടി നമുക്ക് തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണക്കിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രധാനപ്പെട്ട കാര്യം ടോട്ടൽ ഇവരൊരു 80,233 വോട്ടുകൾ LDF പിടിക്കുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോള് ചെയ്ത വോട്ടുകളുടെ, അതായത് നിലവിലുള്ള വോട്ടുകളുടെ 45.93% വരും. അതേപോലെ കോൺഗ്രസ് പിടിക്കുമെന്ന് CPM തന്നെ പറഞ്ഞേക്കുന്നത്
78,595 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ അത് 44.99% വരും. എന്ന് പറഞ്ഞാൽ ഷിബിലി അറിയേണ്ടത് ഒരു 0.94% വ്യത്യാസത്തിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ് CPM അവകാശപ്പെടുന്നത്. അപ്പൊ അതിൽ ഈ 45%, 44% ഒക്കെ വോട്ട് എവിടെ നിന്ന് വരും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിലൊരു മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള കണക്കുമാണ് അവർ പുറത്തേക്ക് വിട്ടേക്കുന്നത്. പക്ഷെ ഇതിൽ അവരുടെ ഏക പാളിച്ച വരാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇവർ പറയുന്നത് BJPക്ക് 8,335 വോട്ടാണ്. അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തത് അൻവർ പിടിക്കുന്ന വോട്ട് വെറും 5,720 ആയിരിക്കുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അവിടെ അവർക്ക് വലിയ പാളിച്ച പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു പാളിച്ച പറ്റാൻ ഈ ഒരു വിലയിരുത്തൽ മൊത്തം തെറ്റില്ലേ? അല്ല അങ്ങനെ ഒരു പാളിച്ച മാർജിന് അങ്ങനെ ഒരു പാളിച്ച പറ്റിയാൽ ഈ ജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ ചിലപ്പോൾ തെറ്റണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അൻവർ ചിലപ്പോൾ കൃത്യം വോട്ട്, അതായത് ഈ പറഞ്ഞ വോട്ടുകളിൽ 10,000 വോട്ട് അൻവർ UDFന്റെയും 10,000 വോട്ട് LDFന്റെയും പിടിച്ചാൽ പോലും 1,630 വോട്ടിന് എന്ത് ചെയ്യും? 1,638 വോട്ടിന് CPM ജയിക്കും. മനസ്സിലായോ? പക്ഷെ അതിൽ പാളാൻ പോകുന്നത് CPMന്റെ വോട്ടുകൾ 20,000 പിടിക്കുകയും അൻവറിന്റെ ഷൗക്കത്തിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വോട്ടുകളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു 10,000 വോട്ട് പിടിക്കുകയും ചെയ്താൽ 10,000 വോട്ടിന് ഷൗക്കത്ത് ജയിക്കും. അതായത് 11,000 വോട്ടിന് ഷൗക്കത്ത് ജയിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ഷിബിലി നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാഞ്ഞത്, ഈ പറയുന്ന ഒരു എക്സിറ്റ് പോളുകളും ആ റിസ്ക് ഏറ്റെടുക്കാതിരുന്നത്. പക്ഷെ നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കും. അതിൽ വഴിക്കടവ് പഞ്ചായത്താണ് അവർ വലിയ തോതിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു പഞ്ചായത്തുകളിലൊന്ന്. ആ പ്രതീക്ഷ വെക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ തന്നെ 1 മുതൽ 43 വരെ വഴിക്കടവാണ്. അമരമ്പലം 203 മുതൽ 269 വരെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബൂത്തുകളുടെ കണക്കൂടി എടുത്തു വെച്ചാൽ ആദ്യം എണ്ണുമ്പോൾ, ഇപ്പൊ വഴിക്കടവിൽ എണ്ണുമ്പോൾ PV അൻവർ വലിയ തോതിൽ മുന്നേറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നാളെ അടുത്ത തവണ റിസൾട്ട് വരുമ്പോൾ ആദ്യ ബൂത്തുകളായിരിക്കും എണ്ണിത്തുടങ്ങുമ്പോൾ PV അൻവർ ഏതാണ്ട് വലിയ ഒരു തേർഡ് ഫ്രണ്ട് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് CPM പോലും വിലയിരുത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ വഴിക്കടവിൽ പഞ്ചായത്തിൽ അവർ അതായത് CPM 13,583 വോട്ടുകൾ പിടിക്കുമ്പോൾ 12,416 വോട്ടുകൾ UDF പിടിക്കുമ്പോൾ 1,236 വോട്ടെ അൻവർ പിടിക്കുള്ളതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും അൻവർ എത്രത്തോളം വോട്ട് പിടിക്കും, CPMന്റെ കണക്ക് എത്രത്തോളം ശരിയാണെന്നുള്ളത്. പിന്നെ ഇതിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ അൻവറിന്റെ വോട്ടുകൾ പിടിക്കുന്നതിൽ ഇവർക്ക് ഈ കണക്ക് കൂട്ടുന്നതിൽ ഇവർക്ക് വലിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. ആ പാളിച്ചയാണ് നാളത്തെ ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ. അതായത് അൻവർ വോട്ട് പിടിക്കുമെന്നുള്ളതും അൻവർ എവിടെ നിന്ന് വോട്ട് പിടിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഒരു കാര്യം 100% ഉറപ്പാണ്, 45% വരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ 45.99% വരുന്ന വോട്ടുകളൊന്നും ഒരു കാരണവശാലും CPMന് കിട്ടാൻ പോകുന്നില്ല. എനിക്കിപ്പോഴും തോന്നുന്നത് ഷിബിലി എന്റെ വിലയിരുത്തൽ കറക്റ്റ് ആയിരിക്കുമെന്നാണ്. കാരണം ഇപ്പൊ CPM പറഞ്ഞേക്കുന്ന 45-ൽ നിന്ന് ഒരു 39-ലേക്ക് അത് അല്ലെങ്കിൽ 37-ലേക്കൊക്കെ അത് താഴാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ UDFന്റെ വോട്ടുകളും താഴാൻ സാധ്യതയുണ്ട്. CPM പറഞ്ഞ കണക്കിൽ എനിക്കൊരു സന്തോഷം തോന്നിയത്, നമ്മൾ പറഞ്ഞിരുന്നത് ഏതാണ്ട് 1% വ്യത്യാസത്തിൽ അല്ലെങ്കിൽ 2%, 1.5% വ്യത്യാസത്തിന് സ്വരാജ് ജയിച്ചേക്കാം എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ്. കൂടുതൽ വോട്ടുകൾ UDFന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ പോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മറ്റാരും കാണാത്തൊരു കാര്യം എനിക്കറിയാവുന്നത് കൊണ്ടാണ്. അത് ഒന്ന് അവിടുത്തെ UDFന്റെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ അവിടെ ആര്യ ഷൗക്കത്ത് തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഷൗക്കത്തിനോടുള്ള വിരോധം കൊണ്ടല്ല, അത് പകരം ഈ പറയുന്ന സംസ്ഥാന തലത്തിലുള്ള വിരോധം കൊണ്ടാണ്. VD സതീശനെ മാറണമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിലമ്പൂർ നഗരസഭയിൽ UDFന് 12,540 വോട്ടാണ് CPM കൊടുത്തിട്ടുള്ളത്. അതുപോലും CPM അവിടെ പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഷൗക്കത്ത് വിരുദ്ധ വികാരമുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ പഞ്ചായത്തുകളിൽ അപ്പൊ വഴിക്കടവാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോത്തുകല്ലാണെങ്കിലും ഇത്തരം പഞ്ചായത്തുകൾ, പോത്തുകല്ലാണ് VS ജോയുടെയും അതുപോലെ M സ്വരാജിന്റെയും ഒക്കെ നാടിരിക്കുന്നത്. അപ്പൊ അത്തരം പഞ്ചായത്തുകളിലൊക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസ് വോട്ടിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ആ സ്പ്ലിറ്റുകളുടെ ബലത്തിൽ ആര് തോൽക്കാനാണ് സാധ്യത? തോക്കാനാണ് സാധ്യത. ഇത് പറയുമ്പോൾ ഷിബിലി കണക്കൊരു നെഞ്ചിരിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ നാളെ തിങ്കളാഴ്ച റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രോൾ ചെയ്യപ്പെടാം അല്ലെങ്കിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാകാന്നുള്ളത്. നമ്മൾ അഖിലേന്ത്യാ തലത്തിലുള്ള റിസൾട്ട്, അതായത് 2024 റിസൾട്ട് നമ്മൾ അതികൃത്യമായി പ്രവചിച്ച ഒരാളാണ്. ഈ റിസൾട്ട് പ്രവചിക്കുന്നതിൽ വലിയ റിസ്ക് ഉണ്ട്. എക്സിറ്റ് പോളുകളെ പോലെ ഒളിച്ചോടുന്നതാണ് ബുദ്ധി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഷൗക്കത്ത് ജയിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നതാണ് നല്ലത്. അപ്പൊ എല്ലാവരുടെയും കൂട്ടത്തിൽ ഷൗക്കത്ത് ജയിക്കുമെന്ന് ഞാനും പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും തെറ്റി, എനിക്കും തെറ്റിയെന്ന് കൂളായിട്ട് പറയാം. CPMന് പക്ഷെ ഒന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് വലിയ തോതിൽ നഷ്ടപ്പെടാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും മൈ ഗട്ട് ഫീലിംഗ്
ഞാൻ പറയുന്നത് ഇതിൽ വലിയ റിസ്ക് ഉണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും പഴയ റിസൾട്ടുകൾ പറഞ്ഞത്രയും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതും എനിക്ക് ഉറപ്പാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഷിബിലിയോട് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴും അതാണ്. 3254 വോട്ടിന് സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കുന്നു. ഒരു 2500 3000 അല്ലെങ്കിൽ ആ 3500 അടക്കമുള്ള വോട്ടായിരിക്കും ജയിക്കാൻ പോവുക. പക്ഷെ അപ്പോഴും ഒരു കാര്യം പറയാം, കൃത്യമായി പറഞ്ഞാൽ CPM ഒരിക്കലും അല്ലെങ്കിൽ LDF ഒരിക്കലും പഴയ വോട്ടുകൾ അവിടെ പിടിക്കില്ല, നിലനിർത്തില്ല. UDF പഴയ വോട്ടുകൾ അവിടെ നിലനിർത്തില്ല. സാധാരണ സ്ഥലങ്ങളിലൊക്കെ അത് നിലനിർത്താത്തത് BJP ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് BJP ഉള്ളതുകൊണ്ടല്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. അൻവർ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ കിട്ടേണ്ടിയിരുന്ന ഒരു 10,000 വോട്ടുകൾ ഷൗക്കത്തിനെ പിടിച്ചുകൊണ്ടു പോയാൽ അവിടെ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാവും. അതാണ് അവിടുത്തെ കാര്യം. അത് ഒരു കാര്യം കൂടി ഉണ്ട്. അത് സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്നത് വലിയ തോതിൽ അനുകൂലമായിട്ടുണ്ട്. രണ്ടാമത്തത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്നതും സ്വരാജിനും CPM ഒക്കെ വലിയ തോതിൽ അനുകൂലമായിട്ടുണ്ട്. VS ജോയ് ആയിരുന്നെങ്കിൽ ഇതല്ല അവിടെ സംഭവിക്കുക. VS ജോയ് ആയിരുന്നെങ്കിൽ സംഭവിക്കുക ഒരു സ്വീപ്പിംഗ് വിക്ടറി ഉറപ്പായിട്ടും UDF ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഷൗക്കത്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് ഇനി അജണ്ടയൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരത്തെ 2 ദിവസം മുമ്പ് 48 മണിക്കൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചില മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതായത് KMCCയുടെ ആളുകൾ തിരുവമ്പാടിയിൽ ഈ അൻവറിനെ ക്ഷണിച്ചിരുന്നു അവരുടെ ചടങ്ങിലേക്ക്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില വിള്ളലുകൾ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ തുറന്നു പറയുന്ന ഒരു കാര്യം, ഷിബിലിയോട് വളരെ ഓപ്പൺലി പറഞ്ഞാൽ, തൃക്കാക്കരയിലും അതുപോലെ പാലക്കാടും നമ്മുടെ പുതുപ്പള്ളിയിലുമൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു അഗ്രസീവായ പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഇവിടെയും ഉണ്ടായില്ല. എല്ലാവരും പറയുന്നത് ഭംഗിയായി പ്രവർത്തിച്ചു എന്നാണ്. ശരിയാണ്, കുറെ MLA വന്നിരുന്നു. ഓരോ 263 ബൂത്തുകൾക്കും ജില്ലാ കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള വലിയ ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തുള്ള ആളുകൾക്ക് പോലും ഈ ജയം വളരെ അനിവാര്യമാണെന്ന് പറയുന്ന ചിന്ത ഒരിക്കലും ഉണ്ടായില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ പോസിബിലിറ്റി ഇപ്പോഴും ഇതാണ്. വലിയ റിസ്ക് ആണ്. ആ റിസ്ക് ആണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഏറ്റെടുക്കുക. സാറേ, എല്ലാവർക്കും ഉള്ള സംശയം, അൻവർ എത്ര വോട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം? അൻവർ 25,000-ഓളം വോട്ട് പിടിക്കുമെന്നാണ് ഇപ്പൊ അൻവറിന്റെ ക്യാമ്പുകൾ പറയുന്നത്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും വലിയ പ്രതീക്ഷയിലാണ്, ഇതിനേക്കാൾ വലിയ പ്രതീക്ഷയിലാണ്. എൻ്റെ ഒരു തോന്നൽ, ഷിബിലി, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, ഒരു 15% മുകളിലേക്ക് അദ്ദേഹം വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CPM കണക്കിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ 2.99% ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് BJP 5% വോട്ട് പിടിക്കുമെന്ന് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഒരു 2.99% മാത്രമേ ആര് വോട്ട് പിടിക്കൂ, അൻവർ വോട്ട് പിടിക്കുന്നതാണ്. അത് വലിയൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ എനിക്ക് തോന്നിയത് CPM അതിന് മാത്രമാണ്. ബാക്കിയുള്ള കണക്കുകളൊക്കെ ലോജിക്കലി കറക്റ്റാണ്. പക്ഷെ ഇത് അങ്ങനെ തന്നെ താഴാനാണ് സാധ്യത. അത് അങ്ങനെ തന്നെ താഴെ UDF-നും LDF-നും ഒരുപോലെ താന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന 1000-ന് മുകളിലുള്ള വോട്ടിലുള്ള വിജയം ഉണ്ടാവും.